കാസർഗോഡ് നിർമ്മാണത്തിനായി റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടപടിയില്ല. വലിയപൊയിൽ നെടുമ്പാ റോഡ് പ്രവൃത്തിയാണ് പാതയിൽ നിലച്ചത്. അധികൃതരുടെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം. കയ്യൂർ ചീമേനി ചെറുവത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെറുവത്തൂർ വലിയപൊയിൽ നെടുമ്പാ റോഡിൽ ടാറിംഗ് പുനരാരംഭിക്കണമെങ്കിൽ ഇനി മഴക്കാലം കഴിയണം. അതുവരെ ദുർഘടം പിടിച്ച റോഡിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പരിസ്ഥിതി സൗഹൃദവും നിർമ്മാണ ചെലവ് കുറഞ്ഞതുമായ ജർമ്മൻ സാങ്കേതിക വിദ്യ ഫുൾ ഡെപ്ത് റിക്ലമേഷൻ വിദ്യ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. പഴയ റോഡ് മാന്തിയെടുത്ത് സിമെന്റും കെമിക്കലും ചേർത്ത് പുതിയ റോഡിനായി ഉപയോഗിക്കും. ഇതിനു മുകളിൽ പ്രത്യേകതരം തുണി വിരിച്ച ശേഷമാണ് ടാറിംഗ് നടത്തുക. എന്നാൽ ടാറിംഗ് നടത്താത്ത പ്രദേശങ്ങളിൽ കിളച്ചിട്ട റോഡും റോഡിൽ വിരിച്ച തുണിയും ഒരുപോലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ്. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഈ റോഡിന്റെ പ്രധാന ന്യൂനത എന്ന് പറയുന്നത് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഉണ്ടാക്കൽ റോഡിന് വെള്ളം പോകാനുള്ള ഡ്രൈനേജ് സംവിധാനമാണ്. അത് ഈ റോഡിന് നേരാവണ്ണം ഇല്ല. കാരണം വരുന്ന വെള്ളങ്ങളെല്ലാം എല്ലാ വെള്ളവും റോഡിലേക്കൂടെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തികച്ചൊരു അശാസ്ത്രീയപരമായിട്ടാണ് ഈ റോഡ് പണി നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രവൃത്തിയുടെ ഭാഗമായി കലുങ്കുകളുടെയും ചപ്പാത്തുകളുടെയും നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട്. 5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന് 60% തുക കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. റോഡിന്റെ 5 വർഷത്തെ പരിപാലനത്തിനായി 46.77 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.